നമ്മുടെ രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ 5000 കടന്നിരിക്കുകയാണ്. നിലവിൽ രോഗബാധിതരായവരുടെ എണ്ണം അത് 5364 ചികിത്സയിലുള്ളവരുടെ എണ്ണമാണിത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായ 2 മരണം കോവിഡ് മൂലമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അർജുൻ, കേസുകൾ കൂടുന്നു, മരണസംഖ്യയും ഉയരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഭീതിപ്പെടുത്തുന്ന ഒരു കണക്കല്ല. എങ്ങനെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്? കൃത്യമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ടെസ്റ്റിങ്ങുകൾ നടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ടെസ്റ്റിങ്ങുകൾ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണെന്ന് പറയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കേരളത്തിൽ മാത്രം ഈ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ 192 പേരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്താകമാനം അത് 498 പേരുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തി നേടിയവരാണ് എന്ന് പറയാൻ സാധിക്കും. ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ആവശ്യത്തിന് ബെഡുകളും ഓക്സിജൻ സിലിണ്ടറുകളും സജ്ജീകരിച്ച് വെക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. അതായത് ഒരു പൊതു നിർദ്ദേശം തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള കാര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെ രാജ്യത്താകെ 4 മരണങ്ങളാണ് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത്. അതിൽ 2 കേരളത്തിലാണ്. 74ഉം 79ഉം വയസ്സുള്ള വയോധികമാരാണ് മരണപ്പെട്ടത്. ഇവർക്ക് കടുത്ത ന്യൂമോണിയ ബാധിതരായിരുന്നു. അതിനോടൊപ്പം തന്നെ കോവിഡും കൂടി ആയതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ച് രൂക്ഷമാവുകയും ഇവർക്ക് മരണം സംഭവിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് 2 മരണങ്ങൾ ഒന്ന് കർണാടകയിലും അതുപോലെ തന്നെ പഞ്ചാബിലുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേന്ദ്രം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്.